Hello everyone. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഡോക്ടർ ബിനോയ് സേവ്യർ, കൺസൾട്ടന്റ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ, അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ, അങ്കമാലി. ഹലോ ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് റോഡ് ആക്സിഡൻസ്. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ദിവസവും നമ്മൾ ഏതെങ്കിലും ഒരു ആക്സിഡന്റിനെ പറ്റിയും കേൾക്കാറുണ്ട്. അപ്പോൾ ഒരു റോഡ് ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു കോമൺ വ്യക്തി എന്ന രീതിയിൽ നമ്മൾ എന്തായിരിക്കും ഫസ്റ്റ് ചെയ്യേണ്ടത്? ഇത് വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. വാട്ട് വി സീ ഓൺ ഡെയിലി ബേസിസ്, ഒരു മാസം തന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 4,000 to 5,000 ആക്സിഡൻസ് ആണ് നമ്മുടെ കേരളയിൽ നടക്കുന്നത്. അതിൽ ഇന്ന ഇയർ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 4,000 അബവ് ആണ് ഫെറ്റാലിറ്റീസ് ഉള്ളത്. സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് പറ്റി ആൾക്കാർക്ക് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസും അതുപോലെ തന്നെ മരണം ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഇഞ്ചുറീസ് കാണുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ പേഷ്യൻസിന് പലപ്പോഴും പറയാറുണ്ട്, റോഡ് സൈഡിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന വഴിയിൽ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ദി ഔട്ട്കംസ് കുഡ് ഹാവ് ബീൻ ബെറ്റർ. എന്നിരുന്നാലും പലപ്പോഴും പല ആൾക്കാർക്ക് ഈ ആക്സിഡൻറ്റ് കണ്ടു നിൽക്കുമ്പോൾ തന്നെ അവർക്ക് ആ സിറ്റുവേഷനിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു കാര്യം അറിയാത്തതുകൊണ്ടും അതുപോലെ തന്നെ ആ സമയത്ത് പെട്ടെന്നുണ്ടാവുന്ന കുറേ കൺഫ്യൂഷനും അതുപോലെ തന്നെ പേടിയും കൊണ്ടായിരിക്കാം ഈ ഫസ്റ്റ് എയ്ഡ് ചെയ്യാത്തത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് എയ്ഡ് അവയർനെസ് ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആക്സിഡൻറ്റ് ഇങ്ങനെ നടക്കുന്നത് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ the first and important thing is to stay calm. Approach the victim. അവർക്ക് ബോധമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം അസസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ബോധമുള്ള ഒരാളാണ്, ആൾ വേദനയിലാണെന്നുണ്ടെങ്കിൽ അവരെ റീഅഷ്വർ ചെയ്യേണ്ടതാണ് ഏറ്റവും ആദ്യമായിട്ട് നോക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഈ ആക്സിഡൻ്റ് ഉണ്ടായ സ്ഥലം, നമ്മൾ ആ സ്ഥലത്തേക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ആ സിറ്റുവേഷൻ, ആ ഒരു സിനാരിയോ നമുക്കും കൂടി സേഫ് ആണോ എന്ന് നമ്മളതൊന്ന് നിലനിർത്തണം. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത്, ചിലപ്പോൾ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ആയി ഒരാൾ റോഡിൻ്റെ നടുക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അയാളെ അപ്രോച്ച് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓൺ ഗോയിങ് ട്രാഫിക് അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു ട്രാഫിക് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ആ സിറ്റുവേഷനിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വി മൈറ്റ് ബി ദ വിക്ടിം ഓഫ് അനദർ ആക്സിഡൻറ്റ്. അപ്പോൾ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് പലപ്പോഴും ആൾക്കാർക്ക് ഉണ്ടാവാറില്ല. അതാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത്. ആസ് സൂൺ ആസ് യു വിറ്റ്നസ്, ബി കാം, മേക്ക് ഷുവർ ദ സിറ്റുവേഷൻ, ദ സിനാരിയോ ഈസ് സേഫ് ഫോർ യുവർ സെൽഫ് ഫസ്റ്റ് ബിഫോർ യു അപ്രോച്ച് ദ വിക്ടിം. അങ്ങനെ അപ്രോച്ച് ചെയ്തതിന് ശേഷം ആൾക്ക് ബോധമുണ്ടോ ബോധമില്ലേ എന്നുള്ളൊരു കാര്യം നമ്മൾ വേർതിരിച്ച് അറിയണം. അപ്പോൾ ഒരു ബോധമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് തുറന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നോക്കും. വേദനയിലാണെന്നുണ്ടെങ്കിൽ വേദനയാണെന്നുള്ള കാര്യം നമ്മളെ പറഞ്ഞറിയിക്കും. ബോധമില്ലാത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെ തട്ടി വിളിച്ചാലും ചിലപ്പോൾ കയ്യോ കാലോ അനക്കാതെ ശ്വാസം ഒന്നും എടുക്കാതെ കിടക്കുന്നൊരവസ്ഥയായിരിക്കും. അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് വളരെയധികം സീരിയസ് ആണ്. ദാറ്റ് മീൻസ് ആ ട്രോമ കാരണം അല്ലെങ്കിൽ ആക്സിഡൻറ്റ് കാരണം ആൾക്ക് കാര്യമായിട്ടുള്ള പരിക്കുകൾ പറ്റി ചിലപ്പോൾ ഹൃദയത്തിൻ്റെ ഇടിപ്പ് തന്നെ ചിലപ്പോൾ നിന്ന് പോയിട്ടുണ്ടാവും. കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്, ട്രോമാറ്റിക് കാർഡിയാക് അറസ്റ്റ് എന്ന് വെച്ചാൽ ആ സമയത്ത് ആൾക്ക് പൾസ് ഉണ്ടോ, ശ്വാസം എടുക്കുന്നുണ്ടോ, ബോധമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ നമ്മൾ CPR തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ CPR സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ഓൾവേസ് കോൾഡ് ഫോർ ഹെൽപ്പ്. അപ്പോൾ ആക്സിഡൻറ്റ് വിറ്റ്നസ് ചെയ്തു പോയി ആൾ അബോധാവസ്ഥയിൽ കിടക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് ഒരു ആംബുലൻസ് സർവീസിനെ വിളിച്ച് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആംബുലൻസ് സർവീസിനോ അല്ലെങ്കിൽ എമർജൻസി സർവീസസിനെ വിളിച്ച് ഇങ്ങനൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്, ഇങ്ങനൊരാൾ അബോധാവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണെന്നുള്ള കാര്യം അറിയിച്ചിട്ട് വേണം പിന്നെ ബാക്കിയുള്ള CPRയിലേക്ക് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനെക്കാട്ടും നമ്മൾ വളരെയധികം കോമൺ ആയിട്ട് കാണുന്നത് ബോധമുള്ള ആളായിരിക്കും. ആൾ വളരെയധികം ചിലപ്പോൾ വേദനയിലായിരിക്കും. കോമൺ മിസ്റ്റേക്ക് ആയിട്ട് ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാർ ആക്സിഡൻറ്റ് നടന്നിട്ട് ഒരാൾ കാറിൻ്റെ ഉള്ളിൽ ട്രാപ്പായി കിടക്കുകയാണ്, ആൾ സംസാരിക്കുന്നുണ്ട്, ആൾക്ക് പുറത്തേക്ക് ഫ്രാക്ചേഴ്സ് കാരണമോ കയ്യോ കാലോ ഒടിവ് കാരണമോ
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഞ്ചുറി കാരണം ആൾക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യം, ആൾക്കാർ വണ്ടി അപ്രോച്ച് ചെയ്യുന്നു, അവരുടെ സീറ്റ് ബെൽറ്റൊക്കെ വലിച്ചു വരുന്നു, അവരെ പുറത്തേക്ക് എക്സ്ട്രിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ സീരിയസ് ആയിട്ടുള്ളൊരു ഇഞ്ചുറി ഉള്ള ഒരാളെയാണ് നമ്മളിങ്ങനെ പുറത്തേക്ക് വലിച്ച് ശ്രമിക്കുന്നത്. അപ്പോൾ തന്നെ ഉള്ള ഇൻറ്റേർണൽ ഇഞ്ചുറീസ് ആസ് വെൽ ആസ് എക്സ്റ്റേണൽ ഇഞ്ചുറീസ് എൻ്റെ സിവിയറിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഇമ്പൾസ് ടു ഹെൽപ്പിൽ അറിയാതെ ആൾക്കാർ ചെയ്യുന്നു പോകുന്നതാണ്. പക്ഷേ അത് കാരണം ആൾക്ക് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് സ്വയമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എൻകറേജ് ഹിം, സപ്പോർട്ട് ഹിം, ടേക്ക് ദ വിക്ടിം ഔട്ട് ഓഫ് ദി കാർ ആൻഡ് ടു എ സേഫർ പ്ലേസ് അവേ ഫ്രം ദി റോഡ്. അല്ലാത്തൊരു സിറ്റുവേഷൻ, ആൾക്ക് സ്വന്തമായിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, ആൾ ഉള്ളിൽ ട്രാപ്പായിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മളായിട്ട് അത് വലിച്ചൂരി പുറത്തേക്ക് എടുക്കാൻ നോക്കരുത്. ഓൾവേസ് വെയിറ്റ് ഫോർ ദി ആംബുലൻസ് ടു അറൈവ്, വെയിറ്റ് ഫോർ ദി എമർജൻസി സർവീസസ് ടു അറൈവ്. ദേ നോ ബെറ്റർ ഹൗ ടു സേഫ്ലി എക്സ്ട്രിക്കേറ്റ് ദ വിക്ടിം. അപ്പോൾ ദാറ്റ് പ്രിവെൻറ്റ്സ് മോർ ഇഞ്ചുറീസ്. വേറൊരു കോമൺ നമ്മൾ കാര്യം കാണുന്നത്, ആൾക്കാർ ആക്സിഡൻ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാവരും ചുറ്റുകൂടി അടുത്ത് ആദ്യം വരുന്ന ഒരു ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ഒരു ടാക്സിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനത്തിലേക്ക് ആളെ കയറ്റി കിടത്തി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. എഗെയിൻ ദ സെയിം തിങ്, ആൾക്ക് ഇഞ്ചുറീസ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ടൈം ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് ദ വിക്ടിം സേഫ്ലി ടു എ നിയർ ബൈ ഹോസ്പിറ്റൽ. നമ്മളിങ്ങനെ ധൃതി കൂടി ആളെങ്ങനെയെങ്കിലും പൊക്കിയെടുത്ത് ഹാൻഡിൽ ചെയ്യുന്ന രീതി സേഫ് ആയിട്ടുള്ള രീതി അല്ലാന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാകും. ദ ഇഞ്ചുറീസ് ദാറ്റ് വി ആർ കൺസേൺഡ് അബൌട്ട് ഇസ് സ്പൈൻ ഇഞ്ചുറി. ഇപ്പോൾ ഒരാളുടെ സർവൈക്കൽ സ്പൈൻസ്, കഴുത്തിൻ്റെ ഭാഗത്തുള്ള നമ്മുടെ നട്ടലിൻ്റെ എല്ലുകളിലുള്ള ഇഞ്ചുറീസ്, അത് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്, ഹൈ വെലോസിറ്റി ട്രോമയിൽ സ്പൈനൽ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടാലും ഹെൽമെറ്റൊക്കെ ഇട്ടാലും എസ്പെഷ്യലി ടൂ വീലറിലൊക്കെ പോകുന്ന ആൾക്കാരിൽ ഹൈ വെലോസിറ്റി റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സ്പൈൻ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അലോങ് വിത്ത് എ ലോട്ട് ഓഫ് അതർ ഇഞ്ചുറീസ്, ഹെഡ് തൊട്ട് സ്പൈൻ, ചെസ്റ്റ് ഇഞ്ചുറീസ്, അബ്ഡോമിനൽ ഇഞ്ചുറീസ്, അതുപോലെ തന്നെ കൈയും കാലിലൊക്കെ ഫ്രാക്ചേഴ്സ്, അങ്ങനെ പല പല ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ആദ്യം തിരിച്ചറിയണം. തിരിച്ചറിയാതെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് ആളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അൺഫോർച്ചുനേറ്റ്ലി വാട്ട് വി സീ ഈസ്, ഇവർ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴത്തേക്ക് ബിക്കോസ് ഓഫ് ദി ഫാക്ട് ആളവിടെ കിടക്കായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, ആംബുലൻസ് വന്ന് ആൾ സേഫായിട്ട് കോളറൊക്കെ അപ്ലൈ ചെയ്ത് ആൾ അനങ്ങാത്ത രീതിയിൽ ഇമ്മൊബിലൈസ് ചെയ്ത് നമ്മൾ സ്പൈൻ ബോർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് സേഫായിട്ട് എത്തിക്കും. ഇപ്പോൾ നമ്മുടെ എസ്പെഷ്യലി എറണാകുളം ആംബുലൻസ് സർവീസസ് ആർ വെൽ ഡെവലപ്ഡ്. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റിൽ എവിടെ വേണമെങ്കിലും ആംബുലൻസുകൾ എത്തും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ള സമയത്ത് I urge everybody who is watching this to call for an ambulance service, wait for an emergency paramedic or a nurse or an ambulance person to arrive and then safely extricate the victim rather than ഒരു ഹറി ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ യു ക്യാൻ പ്രിവെൻറ്റ് സെക്കൻഡറി ഇഞ്ചുറീസ്. അപ്പോൾ ആക്സിഡൻറ്റ് കാരണം ആൾക്കൊരു കുറേ പ്രൈമറി ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്. അത് കൂടാതെ നമ്മളായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കൊണ്ട് സെക്കൻഡറി ഇഞ്ചുറീസ് ഉണ്ടാവും. അപ്പോൾ ഈ ഫ്രാക്ചർ ഞാൻ പറഞ്ഞ പോലെ സ്പൈനൽ ഇഞ്ചുറീസ് ഉള്ള ഒരാൾ നമ്മൾ എങ്ങനെയെങ്കിലും എടുത്ത് ഒരു ഓട്ടോയിലോ അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ കഴുത്ത് നമ്മൾ സെക്യൂർ ചെയ്യാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി വാട്ട് ഹാപ്പൻസ് ഇസ് ഇറ്റ് കോസസ് ഇഞ്ചുറീസ് ടു ദി സ്പൈനൽ കോഡ്. അപ്പോൾ ആ പേഷ്യൻറ്റ് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം ജീവൻ രക്ഷപ്പെട്ടേക്കാം, പക്ഷേ ആൾക്ക് ഉണ്ടാകുന്ന സ്പൈനൽ ഇഞ്ചുറി കാരണം ചിലപ്പോൾ കൈയോ കാലിൻ്റെയോ ചലനശേഷി ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ഹി മൈറ്റ് ബി ബെഡ് റിഡൻ ഫോർ ഹിസ് എൻറ്റയർ ലൈഫ്. അപ്പോൾ ദാറ്റ് സീരിയസ്ലി അഫക്ട്സ് ദർ ക്വാളിറ്റി ഓഫ് ലൈഫ്. So if we had waited for 5 or 10 minutes for an ambulance to arrive and then safely take, issues ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. ഡോക്ടർ, പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ വീടുകളിൽ പൊതുവെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാറുണ്ടല്ലോ, കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും. ഇപ്പോൾ ഒരു സ്റ്റെയർ കേസിന് മുകളിലേക്ക് വീഴുക അല്ലെങ്കിൽ ടെറസിൽ നിന്ന് കാല് തന്നെ താഴേക്ക് വീഴുക. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ കണ്ടാൽ നമ്മളെങ്ങനെ വീട്ടിലുള്ള ആൾക്കാർ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? ഓക്കെ, ഇറ്റ് ഈസ് ഈസി ടു സേ ബട്ട് ഡിഫിക്കൽട്ട് ടു ഫോളോ. പെട്ടെന്ന് നമ്മുടെ ലവ്ഡ് വൺസ് ആരെങ്കിലും ഇതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ ദ ഫസ്റ്റ് തിങ് ഈസ് വി ഗെറ്റ് സ്കെയർഡ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്നത് പ്രസൻസ് ഓഫ് മൈൻഡ് ആൻഡ് ഇസ് ടു സ്റ്റേ കാം. അഗെയിൻ റെക്കഗ്നൈസ് ദാറ്റ് ഒരാൾ മേളിൽ നിന്ന് താഴേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ
ഒരു നല്ലൊരു ഹൈറ്റ്, ഏകദേശം ഒരു കുട്ടികൾക്കാണെങ്കിൽ ഒരു 3 or 4 feet ഹൈറ്റിൽ നിന്ന് വീണാൽ തന്നെ ഇഞ്ചുറീസ് ഉണ്ടാവാം. അഡൽട്ട്സിലൊക്കെ ഒരു 6 to 7 feet മുകളിൽ നിന്ന് വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഫ്രാക്ചേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ഫ്രാക്ചേഴ്സ് എവിടെയാണ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ വീഴുന്ന അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ നമ്മൾ കൈയോ കാലോ കുത്തിയാണ് വീഴുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഭാഗത്ത് മാത്രമേ ഇഞ്ചുറീസ് ഉണ്ടാവും. ചിലപ്പോൾ മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തലയടിച്ച് വീണ് കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചതവോ അല്ലെങ്കിൽ തലയോട്ടിൻ്റെ എല്ല് പൊട്ടലോ അങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം. അല്ലാതെ കുറച്ചും കൂടി ഹൈറ്റിൽ നിന്ന് നേരെ താഴേക്ക് വീഴാണ്, ഇഫ് ദ ലാൻഡ് ഓൺ ദ ഫീറ്റ്, ചിലപ്പോൾ അവർക്ക് കാലിൻ്റെ ഫ്രാക്ചേഴ്സോ അല്ലെങ്കിൽ സ്പൈനൽ ഫ്രാക്ചേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ദീസ് ആർ ഓൾ സീരിയസ് ഇഞ്ചുറീസ്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഒരാൾ ബോധം പോയി അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തിങ്ക് ദാറ്റ് ഹീ മൈറ്റ് ബി ഹാവിങ് സംതിങ് സീരിയസ്. അപ്പോൾ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ആൾക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു മിസ്റ്റേക്ക് ആളെ എങ്ങനെയെങ്കിലും എഴുന്നേപ്പിച്ചിരുത്തി മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് ഒരു കുപ്പി വെള്ളം കൊടുത്ത് കുടിക്കാനൊക്കെ കൊടുത്ത്, അപ്പോൾ ആ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരാളെയാണ് നമ്മളിങ്ങനെ എഴുന്നേപ്പിച്ച് വെള്ളം കുടിപ്പിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അത് പരമാവധി അവോയ്ഡ് ചെയ്യണം. ജസ്റ്റ് ബൈ ഡൂയിങ് ദറ്റ് ആക്ട് യു ആർ ഇൻക്രീസിങ് ദി ഇഞ്ചുറീസ്. അപ്പോൾ എഗെയിൻ എനിക്ക് പറയാനുള്ളത്, our urge to help sometimes causes more damage to the patients. അപ്പോൾ ആൾ കംഫർട്ടബിൾ ആണ്, ഇഫ് ഈസ് ഏബിൾ ടു സ്റ്റാൻഡ് അപ്പ് ഓൺ ഹിസ് ഓൺ, ദെൻ എൻകറേജ് ആൻഡ് മേക്ക് ഹിം സ്റ്റാൻഡ് അപ്പ്. ബട്ട് അതർവൈസ് ആൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, കോൺഷ്യസ് അല്ല, അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ആംബുലൻസ് സർവീസ് വിളിക്കുക, വെയിറ്റ് ഫോർ ദി ആംബുലൻസ് ടു അറൈവ്. ആൾ സേഫായിട്ട് രീതിയിൽ വേണം. അത് പലപ്പോഴും ഇത് ട്രെയിനിങ് ഇല്ലാത്ത ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇഞ്ചുറീസ് അഗെയിൻ കൂട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ റെക്കഗ്നൈസ് ദാറ്റ്. അപ്പോൾ വീഴ്ചകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഒരു സിമ്പിൾ ഫ്രാക്ചേഴ്സ് ആണ്, കാണുമ്പോൾ തന്നെ നമുക്ക് ആൾക്ക് ബോധമൊക്കെ ഉണ്ട്, വേറെ ഒരിടത്തും പരിക്ക് പറ്റിയിട്ടില്ല, ഒരു കൈയിനൊടിവ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് എ സിമ്പിൾ ഇഞ്ചുറി. എന്നിരുന്നാൽ പോലും ആൾക്ക് നല്ല വേദന ഉണ്ടാവും. എവിടെയാണ് ഫ്രാക്ചർ ഉണ്ടാവുന്നത് അതിനനുസരിച്ചിട്ട് വേറെ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. പക്ഷേ ഫസ്റ്റ് എയ്ഡായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ എവിടെയാണോ നമ്മൾ ഫ്രാക്ചർ സസ്പെക്റ്റ് ചെയ്യുന്നത് ആ ഭാഗം ഇമ്മൊബിലൈസ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പലക കഷ്ണമോ, വീട്ടിൽ കോമൺ ഉണ്ടാകുന്ന ഒരു പലക കഷ്ണമോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഹാർഡായിട്ടുള്ളൊരു ലോങ് മെറ്റീരിയൽ അത് ആ ലിംബോ ആയിട്ട് ചേർത്ത് ഒന്ന് ബാൻഡേജ് ചെയ്ത് ആ കൈ എവിടെയാണോ സസ്പെക്റ്റ് ചെയ്യുന്നത് ആ ഭാഗം അനങ്ങാതെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇമ്മൊബിലൈസ്, അപ്പോൾ കാലിലാണെന്നുണ്ടെങ്കിൽ കാല് ഫ്രാക്ചറാണ് സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഒരു മരക്കഷ്ണമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡ്ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയൽ വിച്ച് ഇസ് ലോങ് ഇനഫ് ടു കവർ ദാറ്റ് ലിംബ്, ആ ലിംബിൻ്റെ ലെങ്ത് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് കെട്ടി അനക്കാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഒരാൾ വീണിട്ട് തീരെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, ബോധമുണ്ട് പക്ഷേ എഴുന്നേക്കാൻ പറ്റുന്നില്ല, കയ്യോ കാലോ അനക്കാൻ പറ്റുന്നില്ല, അപ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയണം ഇയാൾക്ക് സീരിയസ് ആയിട്ട് സ്പൈൻ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൾക്ക് കയ്യോ കാലോ അനക്കാൻ പറ്റാത്തത്. അങ്ങനെയുള്ള ആളെ ഒരിക്കലും സാധാരണ ചെയ്യുന്ന പോലെ 4-5 പേരോ പിടിച്ച് ഒരു വാഹനത്തിൽ കയറ്റി ട്രാൻസ്പോർട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓൾവേസ് വെയിറ്റ് ഫോർ എൻ ആംബുലൻസ്. ഓക്കെ സാർ, അഗെയിൻ നമ്മൾ വീണ്ടും കാണാതെ വർക്ക് പ്ലേസിൽ ഇതുപോലത്തെ ആക്സിഡൻസ് അധികം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കൂടുതൽ കൺസ്ട്രക്ഷൻ സൈറ്റ്സിലൊക്കെ ആൾക്കാർ കൈ മുറിഞ്ഞു പോവുക അല്ലെങ്കിൽ വിരലിലറ്റ് പോവുക. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇതുപോലെ എമർജൻസിയിലേക്ക് വന്നാൽ എങ്ങനെയായിരിക്കും അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും അവർക്ക് കൊടുക്കേണ്ടത്? ഓക്കെ, ഇപ്പോൾ ഫാക്ടറീസിലുണ്ടാവുന്ന ഇഞ്ചുറീസ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റ്സിലുണ്ടാവുന്ന ഇഞ്ചുറീസ്, അപ്പോൾ ദേ ആർ ഓപ്പറേറ്റിംഗ് ഹെവി മെഷീനറി. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഷാർപ്പ് മെഷീനറി വെച്ചിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആംപുറ്റേഷൻസ് ആണ്. അപ്പോൾ സം ഇഞ്ചുറി ടു ദ ലിംബ്, കൈയോ കാലോ ആ മെഷീൻ്റെ ഉള്ളിൽ പെട്ട് അത് കട്ടായി പോകുന്നൊരു ഇഞ്ചുറി ആണ് കോമൺലി കാണുന്നത്. ബ്ലണ്ട് ഓബ്ജക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വാട്ട് വി സീ ഈസ് ക്രഷ് ഇഞ്ചുറീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലിംബാണോ കൈയോ കാലോ അതിൻ്റെ അകത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ ആ ഭാഗം കംപ്ലീറ്റ്ലി ക്രഷായി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്രഷ്ഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ് നമുക്ക് പിന്നെ അത് റീകൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാൻ വളരെയധികം ചാലഞ്ചിങ് ആണ്. പക്ഷേ ആംപുറ്റേറ്റഡ് ആയിപ്പോയി വരുന്ന ആൾക്കാരിൽ ആ വിത്തിൻ 6 hours അവർക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുന്നുണ്ട്, എമർജൻസിയിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വിത്ത് ദ കറൻറ്റ് ടെക്നോളജി പ്ലാസ്റ്റിക് സർജറിയുടെ സഹായത്തോടെ വി ക്യാൻ റീഇംപ്ലാന്റ് ദാറ്റ് ആംപുറ്റേറ്റഡ് ഡിജിറ്റ് ഓർ ഹാൻഡ് ഓർ ലിംബ്
ബാക്ക് ടു ദ പേഷ്യൻറ്റ്. അപ്പോൾ അങ്ങനത്തെ സർവീസസ് ഉണ്ട്. ബട്ട് അഗെയിൻ ദ ചാലഞ്ചിങ് തിങ് ദാറ്റ് വി ഫേസ് ഓൺ എ ഡെയിലി ബേസിസ് ഇസ് ദാറ്റ് ഈ ഫോർ എക്സാമ്പിൾ ഒരു ഫിംഗർ ആംപ്യൂട്ടേറ്റഡ് ആയി ഒരാളെ കൊണ്ടുവരുന്നു. അപ്പോൾ കൊണ്ടുവരുന്ന ആൾക്കാർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഹാൻഡ് കർച്ചീഫിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒരു സാരീൻ്റെ തുമ്പത്തായിരിക്കും ചിലപ്പോൾ ഈ ആംപ്യൂട്ടേറ്റഡ് ഫിംഗർ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് വളരെയധികം അൺഹൈജീനിക് ആയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതുപോലെ തന്നെ പലപ്പോഴും എന്താ ശ്രദ്ധയിൽപ്പെടുന്നതെന്ന് വെച്ചാൽ അവർ ആദ്യം ഏതെങ്കിലും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകും. അവിടെ ഇത് തിരിച്ച് പിടിപ്പിക്കാനുള്ള സർവീസസ് ഇല്ലാത്തൊരു സെൻറ്റർ ആയിരിക്കാം. പിന്നെ അവിടെ നിന്നായിരിക്കും നമ്മുടെ പോലത്തെ ഒരു സെൻറ്ററിലേക്ക് ഒരു റെഫറൽ വരിക. അപ്പോൾ അഗൈൻ വാല്യുബിൾ ടൈം ഇസ് ലോസ്റ്റ്. അതും അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അത് തിരിച്ച് പിടിപ്പിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു കാര്യം, അപ്പോൾ ഈ ആംപ്യൂട്ടേറ്റഡ് ലിംസ് അല്ലെങ്കിൽ ആംപ്യൂട്ടേറ്റഡ് ഡിജിറ്റ്സ് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ആംപ്യൂട്ടേറ്റഡ് പാർട്ട് ഏതാണോ അത് നല്ല രീതിയിൽ വാഷ് ചെയ്യണം. വാഷ് ചെയ്യണമെന്ന് വെച്ചാൽ റണ്ണിങ് ടാപ്പ് വാട്ടറിൽ തന്നെ മതി. റണ്ണിങ് ടാപ്പ് വാട്ടറിൽ നല്ല രീതിയിൽ അവിടെ പറ്റിയിരിക്കുന്ന മണ്ണോ പൊടിയോ അല്ലെങ്കിൽ ഗ്രീസ്, മെഷീനറി ആയതുകൊണ്ട് ഗ്രീസ് എന്തെങ്കിലും പറ്റിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്ത് പരമാവധി വിസിബിളി ക്ലീൻ ആക്കിയെടുക്കുക. അത് വിസിബിളി ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു ക്ലീൻ ക്ലോത്ത് എന്ന് വെച്ചാൽ അഴുക്കൊന്നും ഇല്ലാത്ത ഒരു ക്ലീൻ കോട്ടൺ ക്ലോത്തിൽ വെച്ച്, അത് ചെറുതായിട്ടൊരു നനവുള്ള ക്ലോത്ത് ആണെങ്കിൽ അത്രയും നല്ലത്, അതിൽ റാപ്പ് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ വെക്കണം. അപ്പോൾ ക്ലീൻ ചെയ്ത പാർട്ട്, അതിൻ്റെ മുകളിൽ കൂടി ഒരു ക്ലീൻ ക്ലോത്ത്, ദെൻ എ പ്ലാസ്റ്റിക് കവർ. ഈ മൊത്തം അപ്പാരറ്റസ് വി ആർ പ്ലേസിങ് ഇൻ എൻ ഐസ് ബോക്സ്. എന്നിട്ട് വേണം ഐസിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ കോമൺ ആയിട്ട് ഇതിനെപ്പറ്റി കുറച്ച് വിവരമുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഐസിൽ വെച്ചിട്ട് കൊണ്ടുവരും. ദാറ്റ് ഈസ് ഓൾസോ ബാഡ്. അപ്പോൾ ഐസ് കാരണം തന്നെ ആ ആംപ്യൂട്ടേറ്റഡ് പാർട്ടിന് ഇഞ്ചുറി ഉണ്ടാവും. അപ്പോൾ അവോയ്ഡ് ദാറ്റ്. അപ്പോൾ ആംപ്യൂട്ടേറ്റഡ് ലിംബ് ക്ലോത്തായിട്ട്, ക്ലീൻ ക്ലോത്തായിട്ട് കവർ ചെയ്യുക, പിന്നെ പ്ലാസ്റ്റിക് ബാഗിൽ വെക്കുക. പിന്നെ ആ പ്ലാസ്റ്റിക് ബാഗ് വേണം ഐസിൽ വെച്ചിട്ട് കൊണ്ടുവരാൻ. അപ്പോൾ ആ ഒരു പ്രൈമറി പ്രിക്കോഷൻ എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 6 hours ഒരു വിക്ടിം എത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ആംപ്യൂട്ടേറ്റഡ് പാർട്ടിൻ്റെ ക്വാളിറ്റി നല്ലതാണ്, അധികം ക്രഷിംഗ് ഒന്നും ഇല്ല, ക്രഷ്ഡ് ഇഞ്ചുറി ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ച് പിടിപ്പിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്.